ഒരു മെമ്പർ നിര ഇവിടെയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഈ വിവിധ സംസ്കാരങ്ങളെയൊക്കെ ഒന്നിപ്പിക്കുക, ഇവരുടെ എല്ലാം ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കേരളത്തിന് അല്ലെങ്കിൽ മലയാളത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ്. ആ നാടിനെ, മലയാള നാടിനെ ഏകോപിപ്പിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സാധിച്ചു എന്ന് വരാം. എന്തായാലും ഇന്ന് ഈ സംഗമത്തിൽ, ഈ മതസൗഹാർദ്ദ സംഗമത്തിൽ നമ്മളോട് സംസാരിക്കാൻ നല്ല വിശിഷ്ട വ്യക്തികളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ സന്ദേശം, സമാധാനത്തിൻ്റെ ആദ്യ സന്ദേശം നൽകാൻ ഞാൻ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ അവരുകളെ ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. മനോഹരമാക്കുന്നത്. ഇവിടെ അനുഗ്രഹീതമായ നിമിഷം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചിന്തയുണ്ട്. ഈ ക്ലബ്ബ് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അനന്യമാണ്. ഞാൻ ഇതിലെ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് നോക്കി. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ സൗഹാർദ്ദത്തിൽ ഒന്നിക്കുന്ന ഒരു മനോഹര സ്ഥലം, അതാണ് ഈ വിന്നർ ക്ലബ്ബ്. പേര് ധ്വനിപ്പിക്കുന്ന മഹത്വമുണ്ട്. അതുപോലെ എല്ലാവരും വിന്നേഴ്സ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയ്ക്ക് ആകമാനം വിജയാശംസകൾ നേരുന്ന വിധത്തിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഇന്ന് നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇഫ്താർ, ഒരു പ്രത്യേക മതത്തിൻ്റെ നിഷ്ഠയുള്ള ജീവിതത്തെ ആദരിക്കുന്ന ഒരു സദസ്സ്. ഇതാണ് വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വിശാലത. ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം പുലരണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത്രയും ധന്യമായ ഒരു മുഹൂർത്തം നാം കോർത്തെടുത്തത്. ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ മുക്തത കണ്ടും പ്രശംസിക്കുകയാണ്. ഇവിടെ ഓർക്കാനുള്ളത്, നാം ഇന്ന് പറയുന്ന വ്യത്യസ്തതകളൊന്നുമില്ലാത്ത ഒരു സമാനത മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരെ വ്യത്യസ്തതകളുടെ ഭാഗമാക്കുന്നതിനേക്കാൾ എളുപ്പം സമാനതകളുടെ ഭാഗമാക്കുന്നതാണ്. മനുഷ്യർ തമ്മിൽ വ്യത്യസ്തതകളെക്കാൾ അധികമുള്ളത് സമാനതകളാണ്. ഇത് കണ്ടെത്തുവാൻ കഴിയണം. എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് കേട്ടറിവും വായിച്ച അറിവും അല്ലേ ഉള്ളൂ. നബിയെക്കുറിച്ച് ഞാൻ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഹൈന്ദവനെ കുറിച്ച് ഞാൻ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് തത്വസംഹിതകളുടെ അപാരതയോ മഹത്വമോ ഉൾക്കൊണ്ടിട്ടല്ല, മറിച്ച് എൻ്റെ അയൽക്കാരൻ ഒരു മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും ആ സഹോദരൻ്റെ ഇടപെടലുകളും കണ്ടുകൊണ്ട് ഇത്രമേൽ സ്നേഹസമ്പന്നനായ ഒരു ദർശനം അതേതാണ്? നബി കൊണ്ടുവന്നതാണ്. ഇങ്ങനെയാണ് നബിയിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. അതിനർത്ഥം തത്വസംഹിതകളുടെ വരട്ടുവാദത്തേക്കാൾ പ്രായോഗികമായി മനുഷ്യജീവിതത്തിൽ കാണുന്ന ഈ ഒരു ധന്യതയുണ്ടല്ലോ, ഈ ഒരു സ്നേഹത്തിൻ്റെ ഭാവമുണ്ടല്ലോ, അതാണ് നമ്മെ ഒന്നിപ്പിക്കുന്ന കണിക എന്ന് നാം തിരിച്ചറിയണം. ഒരു ഹൈന്ദവനെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ തത്വസംഹിതകളുടെ അടിസ്ഥാനത്തിലല്ല, ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുമാത്രം സത്യസന്ധനാണ്, എന്തുമാത്രം പരസ്പര സ്നേഹമുള്ളവനാണ്, സഹജീവികളോട് എന്തുമാത്രം കാരുണ്യം കാണിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള മനോഭാവത്തെയാണ്
നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് മതങ്ങൾ എത്ര കണ്ടുണ്ടായാലും അതിൻ്റെ ഒരു ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് ആ മതം അനുവർത്തിക്കുന്ന വ്യക്തികളുടെ മഹത്വമാണ്. അതിനർത്ഥം മഹത്വമുള്ള വ്യക്തിത്വങ്ങൾ ഏത് മതത്തിലായാലും ആദരണീയരാണ്. പിന്നെ എന്താണ് ഇന്ന് ലോകത്തിൽ പരസ്പരം കടിച്ചു കീറുന്ന ചില ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള മതനിരാസവും മത ശത്രുതയും സംഭവിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെ എനിക്ക് ഒരു വിമാനത്തിൽ കയറാൻ അവസരം കിട്ടി. ആ വിമാനം എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ, വിമാനത്തിൻ്റെ അടിഭാഗം ഒരു ബോട്ട് പോലെയാണ്. നമ്മൾ 30 ദിർഹംസ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഈ വിമാനത്തിൽ കയറി അത് ലാൻഡ് ചെയ്യുന്നത് കടലിലാണ്. കടലിൽ ലാൻഡ് ചെയ്യാനാണ് ഇതിൻ്റെ അടിഭാഗം തോണി പോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാനും ഒരു കൗതുകത്തിൽ അതിനകത്ത് കയറി. കുറേ ദൂരം വിമാനം പറന്ന് കടലിൽ അത് ഇറങ്ങി. നല്ല യാത്രയായിരുന്നു. യാത്രയുടെ മനോഹാരിത പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ചുറ്റുപാട് നോക്കിയപ്പോൾ ശാന്തമായി ഒഴുകുന്ന കടൽ, വിഭവങ്ങൾ കണ്ടുക്ക, നിസ്കാര പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക, സ്വതക്കാത്ത് കൊടുത്താൽ കൂടണ മൊഞ്ചഴകിൽ നടന്നിക്ക, സ്വതക്കാത്ത് കൊടുത്താൽ കൂടണ മൊഞ്ചഴകിൽ നടന്നിക്ക, കലിമത്ത് തൗഹീദിൻ രുചി അതിലെല്ലാം അറിഞ്ഞിക്ക, നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടുക്ക, നിസ്കാര പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക. ഇല്ലായ്ക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇല്ലായ്ക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇല്ലല്ല എന്ന ഇഷ്കിന്നെണ്ണയിലെരിയുന്ന ദീപമല്ലേ, ഇല്ലല്ല എന്ന ഇഷ്കിന്നെണ്ണയിലെരിയുന്ന ദീപമല്ലേ, ലില്ലാഹി എന്ന നീയത്തിൽ ചൊല്ലി പറയുന്നതും അതല്ലേ, നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടുക്ക, നിസ്കാര പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക.